ഏറ്റവും ദുഃഖകരമായ ഒന്നായിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്ന ആദ്യ വിവരം വരുന്നു. പിന്നീട് അദ്ദേഹം ഈ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നു, ബോർഡിംഗ് പാസ് അദ്ദേഹത്തിൻ്റെ വരുന്നു. അങ്ങനെയാണ് വിജയ് രൂപാണി ഉണ്ട് ഈ വിമാനത്തിൽ എന്നറിയുന്നത്. ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത്തരം ചില പേരുകളിലേക്ക് ശ്രദ്ധ പോകുന്നത് സ്വാഭാവികം മാത്രം. അങ്ങനെ തന്നെയാണ് നമുക്ക് മലയാളിയായ രഞ്ജിത ആർ നായർ. രഞ്ജിത UK-യിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ഏറെക്കാലമായി ഒമാനിൽ ഗവൺമെൻറ് സർവീസിൽ നേഴ്സായിരുന്ന രഞ്ജിത 1 വർഷം മുൻപാണ് UK-യിൽ എത്തുന്നത്. നാട്ടിൽ സ്ഥിരം സർക്കാർ ജോലിയുണ്ട്. ആ സർക്കാർ ജോലിയിൽ ലീവ് പുതുക്കുന്നതിനായി 4 ദിവസത്തെ ലീവിനായി എത്തിയതാണ്. 2 മക്കളാണ് രഞ്ജിതയ്ക്ക്. രഞ്ജിതയുടെ മക്കളും അമ്മയും മാത്രമാണ് ഇനി വീട്ടിൽ ബാക്കിയുള്ളത്. രഞ്ജിതയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവല്ലയിലെ വീട്ടിൽ എത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, 4 ദിവസത്തേക്ക് മാത്രം നാട്ടിലെത്തുക, വന്ന് ചെയ്യേണ്ട കാര്യം പൂർത്തിയാക്കി അഹമ്മദാബാദ് വഴി മടങ്ങുക. ഏറ്റവും നമ്മൾ പലപ്പോഴും ദാരുണമെന്ന വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ആ വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ദുഃഖകരം, ദാരുണം എന്നൊക്കെ പറയാനാവും. എപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയത്? എന്താണ് വിവരങ്ങൾ? സുജ, അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട്ടിലെത്തിയത്. നേരത്തെ കളക്ടർ ഇത് സംബന്ധിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും തിരുവല്ലയിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് രഞ്ജിത വീട്ടിലെത്തിയത്. അതിനുശേഷം സർക്കാർ ജോലി ലഭിക്കുകയും ആ സർക്കാർ ജോലി അവധി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകളും മറ്റു നടപടികളുമായിട്ടാണ് രഞ്ജിത വീട്ടിലെത്തിയത്. അത് പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവിടെ നിന്നും രഞ്ജിത തിരിച്ച് ദിൽബാഷിലെത്തി. അവിടെ നിന്ന് നേരെ അഹമ്മദാബാദിലും അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കും പോകുന്ന വഴിയാണ് ഈ അപകടമുണ്ടായി രഞ്ജിതയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. എന്തായാലും നാട്ടുകാരെയും ഈ പ്രദേശവാസികളെയും കുടുംബത്തെയും സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ മരണ വാർത്ത ഉച്ചയ്ക്ക് അറിഞ്ഞപ്പോൾ തന്നെ മുതൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെ ഈ വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ വീട്ടുകാരെ അപകടത്തിൽ രഞ്ജിത പെട്ടു എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചത്. പിന്നീടാണ് മരണ വാർത്ത അറിയിക്കുന്നത്. ആ സമയത്തെല്ലാം സ്വാഭാവികം രഞ്ജിത രക്ഷപ്പെടും എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും പ്രതീക്ഷയും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ വിയോഗം അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. 2 മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത്. എന്തായാലും ഇന്ദുചൂടനും അതുപോലെ ഒരു മകളും, ഈ 2 മക്കളാണ് ഉള്ളത്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും 8ാം ക്ലാസ് പഠിക്കുന്ന 2 പേരാണുള്ളത്. രഞ്ജിതയുടെ അമ്മ മാതാവ് രോഗിയാണ്. അവരെല്ലാം നോക്കുന്നത് രഞ്ജിതയാണ്. തൊട്ടടുത്ത് തന്നെ രഞ്ജിത സമീപകാലത്ത് ഒരു വീട് പുതുതായി നിർമ്മിക്കുന്നത്. ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കി അങ്ങോട്ട് താമസം മാറാനുള്ള സമയത്തിനിടയിലാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് രഞ്ജിത എന്ന സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ ഈ വീട്ടിൽ നിന്നും തിരുവല്ലയിലെ വീട്ടിൽ നിന്നും മടങ്ങിയത്. എന്തായാലും ആ മടക്കം അപ്രതീക്ഷിതമായ ഒരു വിയോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ദുഃഖകരമായി പറയാനുള്ളത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാംസ്കാരിക രംഗത്തുള്ളവരും രഞ്ജിതയുടെ ബന്ധുക്കളും കൂടെ പഠിച്ചവരും അങ്ങനെ ഒട്ടനവധി ആളുകൾ രഞ്ജിതയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും ഇപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യത്തിലാണ്. സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനം ഒന്നും ഉണ്ടായിട്ട് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിന് ശാസ്ത്രീയമായ പരിശോധന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും രഞ്ജിതയുടെ സംസ്കാരം ഉണ്ടാവുക എന്നുള്ള കാര്യം പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. കൂടുതലായ വിവരങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ജില്ലാ കളക്ടറും സുരേഷ് ഗോപിയും ഇപ്പോൾ രഞ്ജിതയുടെ വീട്ടിലുണ്ട്. അല്പസമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സംസ്കാര ചടങ്ങ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. സർക്കാർ ജോലി നേരത്തെ PSC ടെസ്റ്റ് എഴുതി ലഭിച്ചതിന് ശേഷം അതിൽ അവധിയെടുത്താണ് രഞ്ജിത പിന്നീട് ഈ സലാലയിൽ ജോലിക്കായി പോകുന്ന 5 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഇടയ്ക്ക് 1 മാസം മുമ്പ് നാട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം വീണ്ടും മടങ്ങിപ്പോയതിനു ശേഷമാണ് വീണ്ടും ഈ ജോലി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പ് വീട്ടിലെത്തിയത്. ആ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ മടങ്ങുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു വിയോഗം ഇന്ന് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഒരു വലിയ ആശ്രയമായിരുന്നു രഞ്ജിത എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും അയൽവാസികളെല്ലാം പങ്കുവച്ചത്. 2 മക്കളും രോഗിയായ അമ്മയെല്ലാം സംരക്ഷിക്കുന്നത് രഞ്ജിതയായിരുന്നു. രഞ്ജിതയുടെ വിയോഗം വീട്ടുകാരെയും ബന്ധുക്കളെയും സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറത്തേക്കാണ്. അത് തന്നെയാണ് ഈ ഒപ്പം ഉള്ള ആളുകളെല്ലാം
പങ്കുവെക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ച നേരത്തെ ഒരു പുതിയ വീടിന്റെ പണികളെല്ലാം പൂർത്തിയായി. അതിന്റെ ഗൃഹപ്രവേശനത്തിനുള്ള അവസാനഘട്ട പണികൾ നടന്നു വരിക. അങ്ങോട്ട് താമസം മാറുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്തായാലും ഈ ലണ്ടനിൽ പോയതിനു ശേഷം ഈ സർക്കാർ ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള പ്രതീക്ഷ രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. അതെല്ലാം ഈ വിമാന അപകടത്തിൽ കൂടെ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് ഈ സമയം പങ്കുവെക്കാൻ കഴിയുന്നത്. എന്തായാലും വിവിധ രംഗത്ത് വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തകരൊപ്പം ബന്ധുക്കള്, കൂടെ പഠിച്ചവര്, രഞ്ജിത്തെ പഠിപ്പിച്ച അധ്യാപകർ, അങ്ങനെ ഒട്ടനവധി പേർ ഇന്ന് ഈ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഈ തിരുവല്ലയിലെ ഈ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏറെ എത്തി ബന്ധുക്കളെ കണ്ടും ആശ്വസിപ്പിക്കുന്ന, നേരിട്ട് കണ്ടും അല്ലെങ്കിൽ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള ആളുകളെല്ലാം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. ജില്ലാ കളക്ടറും ഇപ്പം എത്തി, കേന്ദ്രമന്ത്രിയും എത്തി. അത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഈ വീട്ടിലേക്ക് നടക്കുകയാണ്. അതായത് ഇനി വരും മണിക്കൂറുകൾ എന്നാണ് രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ശാസ്ത്രീയപരമായുള്ള പരിശോധനകൾ ആവശ്യമാണ്. അതെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. എന്തായാലും ഒരു ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ശ്രീജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ തിരുവല്ല ിലുള്ള വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനെത്തി. രഞ്ജിതയുടെ കഥയാണ് ശശിനാരായണൻ പറഞ്ഞതെങ്കിൽ ആ വിമാനത്തിൽ യാത്ര ചെയ്ത ഓരോരുത്തർക്കും ഇങ്ങനെ പറയാൻ ഓരോരോ കഥകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു മലയാളി ആയതിനാൽ നമുക്ക് രഞ്ജിതയുടെ ദുഃഖം കുറച്ചുകൂടി വേദനിപ്പിക്കുന്നതാണ്. അതും 4 ദിവസത്തെ ലീവിനായി നാട്ടിൽ വന്ന് ഒരു ജീവിതം കരുപിടിപ്പിക്കാനുള്ള പ്രതീക്ഷയോടെ തിരികെ പോകുന്ന രഞ്ജിത അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ അത് അത്യന്തം ദുഃഖകരമാവുകയാണ്. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്ത് ഇനിയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് രഞ്ജിത ഇപ്പോൾ യാത്രയാവുന്നത്.